ഇപ്പോൾ അനന്തുവിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു. വീട്ടിൽ ആ, നൂറുകണക്കിന് ആളുകളാണ് അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണുകയാണ്. ഏറ്റവും വിഷമത്തോടെ പ്രിയപ്പെട്ട സുഹൃത്തിന് അനന്തുവിന് യാത്ര നൽകുന്ന നാട്ടുകാരെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ബന്ധുക്കളും സഹപാഠികളും അധ്യാപകരും എല്ലാവരുമുണ്ട്. നാട് ഒന്നടങ്കമുണ്ട്. അത്രമാത്രം വിഷമത്തോടെ അല്ലാതെ അവർക്ക് ആ കാഴ്ചയോ ആ ദൃശ്യമോ കണ്ടു നിൽക്കാൻ പറ്റില്ല. ആ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ അത്രമാത്രം വേദന അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയായിരുന്നല്ലോ ഇന്നലെ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 15 വയസ്സേ ഉള്ളൂ. 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. കളിച്ച് ചിരിച്ച് ഇന്നലെയൊക്കെ അവധിയായിരുന്നപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ കളിച്ച് ചിരിച്ച് ഫുട്ബോൾ കളിച്ച് അതിനുശേഷം മീൻ പിടിക്കാൻ പോയതാണ്. അതൊരു ദുരന്തത്തിലേക്ക്, ലാഭക്കൊതിയന്മാരുടെ കെണിയിലേക്ക് പോയി വീണു പോകുന്നൊരു ഒരു ദുരന്തം, ജീവൻ എടുത്തു പോകുന്ന ഒരു വലിയ കെണിയുടെ അവസാനം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. നേരത്തെ സ്കൂളിൽ പൊതുദർശനത്തിന് കുറച്ച് സമയം വച്ചിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. സച്ചിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. സച്ചിൻ, ഇപ്പോൾ പൊതുദർശനം വീട്ടിൽ തുടരുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് അനന്തുവിനെ ഒരു നോക്ക് കാണാനായി അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. മനു, വലിയ രീതിയിൽ ഒരു ദുഃഖത്തിലാക്കിയ സംഭവമായിരുന്നു അനന്തുവിന് മരണം. അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ അനന്തുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഇപ്പോൾ അനന്തുവിന്റെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. അനന്ത് പഠിക്കുന്ന മണിമോളിയിലെ സ്കൂളിൽ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. നിരവധി പേരാണ് അവസാനമായി ഒരു നോക്ക് അനന്തുവിനെ കാണാൻ വേണ്ടി ഈ വീട്ടിലെത്തിയിട്ടുള്ളത്. നാട്ടിലെ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഈ വീട്ടിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത്രയും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനു പറഞ്ഞതുപോലെ തന്നെ ഒരു കെണിയിൽപ്പെട്ടാണ് അനന്തു കൊല്ലപ്പെട്ടിരിക്കുന്നത്. കാരണം സമീപ പ്രദേശത്തുള്ള ആൾ തന്നെ പന്നിയെ പിടികൂടാൻ വേണ്ടി വെച്ച കെണിയിലാണ് അനന്തവും അതുപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളും ഇന്നലെ ഷോക്കേറ്റത്. അതിനുശേഷം ആശുപത്രി ആ ഒരു നൊമ്പരം അതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണമെന്നറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെപ്പോലെയൊക്കെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയായി ജീവിച്ച ഒരു കുട്ടിയായിരുന്നില്ല. ആ വീട്ടുകാരുടെ ദുഃഖം, ആ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സങ്കടം, ഏറെ പ്രതീക്ഷകളോടെ വളർത്തിയ മകൻ 15-ാം വയസ്സിൽ ഇല്ലാതായി പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയാലും അവരുടെ ആ ഒരു ദുഃഖമുണ്ടല്ലോ, അത് മാറ്റിയെടുക്കാൻ നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും ആവില്ല. ആ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഒരു മാനസികാവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സച്ചിൻ, അവരുടെ ആ ഒരു വിഷമത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ. മനു, തീരാ ദുഃഖത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. കാരണം ഇവരെ ബന്ധുക്കള്, അച്ഛന്റെ ഏട്ടന്മാരും അനുജന്മാരടക്കമുള്ള 4-5 വീടുകൾ മാത്രമാണ് ഇപ്പോ അനന്തുവിന്റെ വീട് നിൽക്കുന്ന പ്രദേശത്തുള്ളത്. ബാക്കി ഭാഗങ്ങളിലൊക്കെ കൃഷിയും അതുപോലെ തന്നെ മറ്റു വനമേഖലയോടൊക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ഇത്തരത്തിലൊരു പന്നിയെ പിടിക്കാൻ വേണ്ടി കെണി ഒരുക്കിയത്. ഈ പ്രദേശത്തുകാരൻ തന്നെയായ വിനീഷ് എന്ന ആളാണ് ഇത്തരത്തിലൊരു കെണി ഒരുക്കിയിട്ടുള്ളത്. ആ കെണിയിലാണ് അനന്തു അടക്കമുള്ളവർ ഇന്നലെ ഷോക്കേറ്റ് വീണത്. അതിൽ അനന്തു ദാരുണമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം അനന്തുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം ഇപ്പോൾ അനന്തു 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന മണിമോളിയിലെ സ്കൂളിലും അതിനുശേഷം അനന്തുവിന്റെ വീട്ടിലും എത്തിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ അനന്തുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മന്ത്രിമാരടക്കമുള്ളവർ എത്തിയിരുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥി M സ്വരാജ്, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ, പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ അടക്കമുള്ള നേതാക്കളും UDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും അടക്കമുള്ള ആളുകളൊക്കെ വീട്ടിലെത്തിയിരുന്നു. എല്ലാവരും അനന്തുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും അതുപോലെ തന്നെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. കാരണം UDF ഭരിക്കുന്ന പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും പന്നികളെയോ അതുപോലെ തന്നെ വന്യമൃഗശല്യങ്ങളോ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടികളും UDF പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. UDF പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണ് അനന്തുവിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശം. 9-ാം വാർഡ്
വാർഡ് മെമ്പർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഒത്താശയോട് കൂടിയാണ് വിനീഷ് ഇത്തരത്തിൽ പന്നികളെ കെണിവെച്ച് പിടിച്ച് വിൽപ്പന നടത്തുന്നത് എന്ന കാര്യവും നാട്ടുകാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അതിലൊക്കെ വ്യക്തമായ ഒരു അന്വേഷണം നടത്തണമെന്ന് LDFന്റെ സ്ഥാനാർത്ഥി സ്വരാജും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ഇതിലെന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട്. സമയം മുൻപാണ് ഈ സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് തീരുമാനിച്ചിരിക്കുന്നത് സച്ചിൻ? പൊതുദർശനം എത്ര സമയം വരെ ഉണ്ട് വീട്ടിൽ? സംസ്കാര ചടങ്ങുകൾ എത്ര മണിക്കാണ്? അനന്തുവിന്റെ മൃതദേഹം അല്പസമയം മുൻപാണ് 11:45 കൂടിയാണ് അനന്തുവിന്റെ വീട്ടിലെത്തിച്ചിട്ടുള്ളത്. മണിമൂലയിലെ സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുള്ളത്. ഒരു 2 മണി വരെ വീട്ടിൽ പൊതുദർശനം തുടരുമെന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവരുടെ മതപരമായ ചടങ്ങുകൾക്ക് ശേഷം സമീപത്തെ വെള്ളക്കട്ടയിലെ ശ്മശാനത്തിൽ സംസ്കാരം നടക്കുമെന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ മൃതദേഹത്തിനരികിൽ ഏറ്റവും സങ്കടത്തോടെ ഇരിക്കുന്ന അച്ഛനെ നമുക്ക് കാണാൻ കഴിയും. ആ മനുഷ്യനെ നമുക്ക് എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയും? എത്രമാത്രം സങ്കടമാണ്. സ്വന്തം കുഞ്ഞ് പോയതിൻ്റെ ദുഃഖം എങ്ങനെ പറഞ്ഞാണ് നമ്മൾ ആ മനുഷ്യനെ ആശ്വസിപ്പിക്കുക? സച്ചിൻ, ഞാനത് ഓർക്കുകയായിരുന്നു. ആ മൃതദേഹത്തിൻ്റെ അരികെ ഇങ്ങനെ മാറാതിരിക്കുകയാണ് അച്ഛൻ. നമ്മളെങ്ങനെയാണ്, എന്ത് പറഞ്ഞാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക? കാരണം ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ സർക്കാരും ഒക്കെ സാധ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, കൂടെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ എന്തൊക്കെ കൊടുത്താലും ആ മകൻ്റെ ജീവൻ തിരിച്ചു കിട്ടുകയില്ലല്ലോ. അങ്ങനെ ഒരു ദുരന്തം, ആ ദുരന്തത്തിലേക്ക് ഒരു ലാഭക്കൊതിയന്മാരുടെ കെണിയിൽപ്പെട്ട് വീണു പോകുന്ന ഒരു മരണം, അതാണ് അതിനെ കൂടുതൽ വേദനാജനകമാക്കുന്നത്. നിഷ്കളങ്കരായ കർഷകരാണ് ഈ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ പ്രദേശത്തുള്ളത്. കാരണം വളരെ നഗരത്തിൽ നിന്നൊക്കെ മാറി വളരെ ഒരു ഉൾഗ്രാമമാണ്. നിലവിൽ ചുരുക്കം ചില വീടുകൾ മാത്രമാണ് ഈ പ്രദേശത്തുള്ളത്. ഇവിടെ ഉള്ള 4 വീടുകൾ എല്ലാവരും ജ്യേഷ്ഠാനുജന്മാരാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ 4 വീട്ടിലുള്ള മക്കൾ തന്നെയാണ് ഇന്നലെ സമീപത്തെ നിന്ന് കളിസ്ഥലത്ത് നിന്നും മീൻ പിടിക്കാനായി സമീപത്തെ തോട്ടിലേക്ക് ഇറങ്ങിയത്. അവിടെ വെച്ചായിരുന്നു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ കുടുംബത്തിന്റെ ഒരു നെടും തൂണായി മാറേണ്ടവനായിരുന്നു അനന്തു. കാരണം 10ാം ക്ലാസ്. ഒരു മിനിറ്റ് സച്ചിൻ, ഞാൻ സച്ചിനിലേക്ക് മടങ്ങി വരാം.